പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, നമ്മൾ ബൈബിളിൽ കാണുന്ന പരിശുദ്ധ കന്യകാമറിയം, അല്ലെങ്കിൽ യേശുക്രിസ്തു, അല്ലെ അബ്രഹാം, ഇതിനെക്കുറിച്ചൊക്കെ ഇസ്ലാം മതത്തിൽപ്പെട്ടവർ ഇങ്ങനെ പലപ്പോഴും പറയാറുണ്ട്. ഇത് കത്തോലിക്കരി പലർക്കും ഒത്തിരി ഇടർച്ച ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ചിലരിപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ തന്നെയാണ് കേട്ടോ. എങ്ങനെ? അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. കാരണം ഖുറാൻ്റെ അകത്ത് 114 അധ്യായമേ ആകപ്പാടെ ഖുറാൻ്റെ അകത്തുള്ളൂ. 1 മുതൽ 114 വരെയുള്ള അധ്യായങ്ങൾ. നമുക്കറിയാം, നമുക്ക് സങ്കീർത്തനങ്ങൾ തന്നെ 150 സങ്കീർത്തനമുണ്ട്. യേശയ്യായുടെ പുസ്തകം 66 അധ്യായമുണ്ട്. മത്തായിയുടെ സുവിശേഷം 28 ഉണ്ട്. മർക്കോസ് 16 അധ്യായമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 24 അധ്യായമുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 28, യോഹന്നാൻ്റെ സുവിശേഷം 21. അപ്പോൾ ഇത്രയും അധ്യായങ്ങൾ നമ്മുടെ ഓരോ പുസ്തകങ്ങളിൽ തന്നെയുണ്ട്. എന്നാൽ ഖുറാൻ അങ്ങനെയല്ല, ആകപ്പാടെ 114 അധ്യായമുള്ളൂ. അതിൻ്റെ 19-ാം അധ്യായത്തിലാണ് മറിയം ബീബിയെക്കുറിച്ച് പറയുന്നത്. മറിയം ബീബി 19-ാം സൂറ എന്ന് പറഞ്ഞ അധ്യായം, സൂക്തങ്ങൾ എന്ന് പറഞ്ഞ വാക്യങ്ങൾ. അതിനകത്ത് പഴയ നിയമത്തിൽ നമ്മുടെ ഉൽപ്പത്തിയിലൊക്കെ നമ്മൾ പറഞ്ഞു വരുന്ന ഈ അബ്രാഹാം, എന്നാൽ അവരുടെ പുസ്തകത്തിൽ പറയുന്ന ഇബ്രാഹിം, ഈ ഇബ്രാഹിമിൻ്റെ മകനാണ്. നമുക്കറിയാം, ഹാഗാറു വഴി ഉണ്ടായ കുട്ടിയാണ് ഇസ്മായേൽ. സാറ വഴി വാഗ്ദാനപുത്രനായിട്ട് ഉണ്ടായതാണ്. 90-ാമത്തെ സാറയുടെ വയസ്സിൽ, 100-ാമത്തെ വയസ്സിൽ അബ്രാഹത്തിനുണ്ടാകുന്ന കുട്ടിയാണ് വാഗ്ദാനപുത്രൻ ഇസഹാക്ക്. എന്നാൽ കത്തോലിക്കരിൽ പലരും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇസ്മായേലിലൂടെ ഉണ്ടായതാണ് ഇസ്ലാം മതം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അത് ഇസ്മായേലിലൂടെ ഉണ്ടായത് ഇസ്ലാം മതമല്ല. അന്നത്തെ കാലത്തൊന്നും ഇസ്ലാം മതമില്ല. അന്നത്തെ കാലത്തുള്ളത് ഇസ്മായേൽ വഴിയുള്ളത് ഇസ്മായേലിയർ ആണ്. ഈ യാക്കോബിന്, ഇസഹാക്കിന് 2 കുട്ടികളുണ്ടാകുന്നുണ്ട്, യാക്കോബും ഏസാവും, ഇരട്ട കുട്ടികൾ. അതിൽ ഏസാവ് കല്യാണം കഴിക്കുന്നത് ഈ ഇസ്മായേലിൽപ്പെട്ട ഒരു കുട്ടീനെയാണ്. എന്നാൽ യാക്കോബിനെ നമുക്കറിയാം, ലാബാൻ്റെ, അമ്മയുടെ ആങ്ങളുടെ മൂത്ത മകൾ ലേയനെ അറിവില്ലായ്മ കൊണ്ട് കെട്ടുന്നു. അമ്മായിപ്പം വഞ്ചിച്ചതാണ് ലാബാൻ. നമുക്ക് റാഹേലിന് വേണ്ടി ആടിനെ മേയ്ക്കുന്ന വർഷങ്ങളൊക്കെ നമുക്കറിയാം. പ്രിയമുള്ളവരെ, ഈ പഴയ നിയമത്തിൽ പറയുന്ന, ഇസ്ലാം മതത്തിൽ പറയുന്ന ഇബ്രാഹിമിൻ്റെ അപ്പൻ്റെ പേര് തേരഹ് എന്നല്ല. എന്നാൽ ബൈബിളിൽ, നമ്മുടെ കത്തോലിക്കരുടെ ബൈബിളിൽ പറയുന്ന അബ്രാഹത്തിൻ്റെ അപ്പൻ്റെ പേര് തേരഹാണ്. അപ്പം ഇസ്ലാം മതത്തിൽ, അല്ലെ ഖുറാൻ്റെ അകത്ത് പറയുന്ന ഇബ്രാഹിമും ബൈബിളിൽ പറയുന്ന അബ്രാഹവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. കാരണം അപ്പൻ ഒരാളൊന്നുമല്ല, വേറെ ഏതോ അപ്പൻ്റെ മക്കളാണ്. ഇനി അതോടൊപ്പം നമ്മൾ ഈ മറിയം ബീബി എന്ന് പറയുന്ന ഖുറാൻ്റെ അകത്തേലെ മറിയം ബീബി എന്ന് പറയുന്നത്, ഖുറാൻ വായിക്കുമ്പോൾ അറിയാം, അത് മോശയുടെയും അഹറോൻ്റെയും പെങ്ങളായ മിറിയാമിനെ കുറിച്ചാണ് ഖുറാൻ്റെ അകത്ത് പറഞ്ഞു വെക്കുന്നത്. എന്നാൽ നമുക്കറിയാം, മോശയുടെയും അഹറോൻ്റെയും പെങ്ങളല്ല ഔസപിതാവിൻ്റെ ഭാര്യയായി ദൈവം കൊടുത്ത യേശുവിൻ്റെ അമ്മയായ മറിയം. നമുക്കറിയാം, മോശയുടെയും അഹറോൻ്റെയും പെങ്ങൾ എവിടെ കിടക്കുന്നു? അത് മറിയമല്ല, അത് മിറിയാമാണ്. എന്നാൽ യേശുവിൻ്റെ അമ്മ മിറിയാമല്ല, മറിയമാണ്, പരിശുദ്ധ കന്യകാമറിയമാണ്, അമലോത്ഭവമാണ്. എന്നാൽ ഈസാ നബി എന്ന് പറയുന്നത്, ഖുറാൻ്റെ അകത്ത് പറയുന്ന ഈസാ നബി ഒരു പ്രവാചകനാണ്. എന്നാൽ നമ്മുടെ ബൈബിളിൽ പറയുന്ന യേശുക്രിസ്തു എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ മകനാണ്. അത് പുത്രനായ ദൈവം തമ്പുരാൻ തന്നെയാണ്, ത്രിത്വത്തിലെ ഒരുവനാണ്. ഈശോ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുണ്ട്. പാപികൾക്ക് വേണ്ടി മരിച്ച അനേക പാപങ്ങൾ മോചിച്ചിട്ടുണ്ട്. പിശാചികളെ പുറത്താക്കിയിട്ടുണ്ട്. എന്നാൽ ഖുറാൻ്റെ അകത്ത് പറയുന്ന ഈസാ നബി എന്ന് പറയുന്ന വ്യക്തി ഒരു പ്രവാചകനാണ്. ആൾ ഒരു ഈച്ചയുടെ പോലും പനി മാറ്റിയിട്ടില്ല, ഒരു ചത്ത ഈച്ചനെ പോലും ഉയർപ്പിച്ചിട്ടുമില്ല. കണ്ടോ പ്രിയമുള്ളവരെ? കാരണം ഈ ഖുറാൻ്റെ അകത്ത് പറയുന്ന ഈസാ നബി നമ്മുടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും ജോസഫിൻ്റെയും, അല്ലെങ്കിൽ അവരുടെ വിവാഹത്തിലൂടെ മറിയത്തിൻ്റെ ഉദര പരിശുദ്ധാത്മാവിലൂടെ ഉണ്ടായ ഈ യേശുക്രിസ്തു അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഈ ഖുറാൻ്റെ അകത്ത് പറയുന്നത് ഇതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പം യേശുക്രിസ്തു എന്ന് പറയുന്ന, യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം, ഉയർപ്പിന് ശേഷം 7-ാം നൂറ്റാണ്ടിലാണ് ഈ ഇസ്ലാം മതം എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത് തന്നെ. അല്ലാണ്ട് പഴയ നിയമത്തിൽ ഇസ്ലാം മതം എന്ന് പറയുന്നൊരു സംഭവമേ ഇല്ല.
ആ ഇസഹാക്ക് വഴിയുള്ളത് ഇസ്മായേലിയരാണ്, അല്ലാണ്ട് ഇസ്ലാം മതമല്ല. അപ്പോൾ അതുകൊണ്ട് ചിലരൊക്കെ പറയും, നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മളെല്ലാം സഹോദരങ്ങളാണ്, ഇസ്ലാം മതവും കത്തോലിക്കരും നമ്മൾ സഹോദരങ്ങളാണ്, ഒരേ അപ്പൻ്റെ മക്കളാണ്. ഏതാ അപ്പൻ്റെ? അബ്രാഹത്തിൻ്റെ ആണെന്നാണ്. പക്ഷെ അവർ ഇബ്രാഹിം എന്നാണ് പറയുന്നത്. ഇബ്രാഹിമിൻ്റെ അപ്പൻ്റെ പേര് തേരഹല്ല, എന്നാൽ അബ്രാഹത്തിൻ്റെ അപ്പൻ്റെ പേര് തേരഹാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ ഈ ഇസ്ലാം മതക്കാർ പറയുന്നത് കേട്ടുകൊണ്ട് നമ്മൾ വിശ്വസിക്കരുത്. ചില സ്റ്റേജിലൊക്കെ ഇസ്ലാം മതത്തിൽ നിന്നൊക്കെ മാറി വന്നിരിക്കുന്ന ചിലരൊക്കെ നമ്മുടെ കത്തോലിക്ക ധ്യാന കേന്ദ്രങ്ങളിലും ഒക്കെ വന്ന്, പള്ളികളിലും ഒക്കെ വന്ന്, കൺവെൻഷൻ ഗ്രൗണ്ടുകളിലൊക്കെ നിന്നുകൊണ്ട് ഖുറാൻ ഇങ്ങനെ ഓതി വിടുന്ന കേൾക്കാം. ബൈബിളിനേക്കാളും കൂടുതൽ അവർ ഖുറാനാണ് പറയുക. എന്നിട്ട് പറയും ഈസാ നബി എന്നോട് അത് പറഞ്ഞു, ഈസാ നബി ഇത് പറഞ്ഞു, അങ്ങനെയൊക്കെ പറയുന്നത്. മറിയം ബീബി ബൈബിളിലുണ്ട്, ഈസാ നബിയെക്കുറിച്ച് ഒത്തിരി വാക്കുകളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, ഇതൊന്നും ബൈബിളിൽ പറയുന്ന യേശുക്രിസ്തുവും അല്ല, പരിശുദ്ധ കന്യകാമറിയവും അല്ല. അവർ പറയുന്നത് അഹറോൻ്റെയും മോശയുടെയും പെങ്ങളായ മിറിയാമാണ്, പ്രവാചകനായ ഈസാ നബിയെക്കുറിച്ചാണ്. നമ്മൾ കത്തോലിക്കർ പറയുന്നത് യേശുക്രിസ്തു ദൈവമാണ്, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതാണ്, പുരുഷ സ്പർശനം ഇല്ലാതെ ജനിച്ച വ്യക്തിയാണ്, പിതാവായി ദൈവത്തിൻ്റെ മകനാണ്, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലോട്ട് വന്നയാളാണ്, ആൾ പ്രവാചകനല്ല. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ തെറ്റായ കാര്യങ്ങൾ മനസ്സിലാക്കുക, ബൈബിൾ നന്നായി പഠിക്കുക, എന്നിട്ട് സമയമുണ്ടെങ്കിൽ ഖുറാനെക്കുറിച്ചും ഹദീസുകളും മറ്റു മതങ്ങളെക്കുറിച്ചും ഒക്കെ പഠിക്കുക, സഭയുടെ പടങ്ങളൊക്കെ എടുത്ത് പഠിക്കുക, മരിയോളജി ജോസഫോളജിയൊക്കെ എടുത്ത് വെച്ച് വായിച്ച് പഠിക്കുക. ഒന്നും അറിയാതെ നമ്മൾ പോകുമ്പോൾ നമ്മളെല്ലാവരും പോയി നമ്മൾ ചാടും. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പ്രബോധനങ്ങൾ അവരും കൂടെ വഴിതെറ്റിപ്പോവും. അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യമേ പഠിക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് നമ്മൾ ശരിയായ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ അവർ പ്രതികരിക്കുമായിരിക്കും. കാരണം സത്യം പറയുമ്പോൾ ആരും പ്രതികരിക്കും. നോക്കിയേ, ഏതേൻ തോട്ടത്തിൽ ആദവും ഹവ്വായും ദൈവം പറഞ്ഞത് തെറ്റായിട്ടാണോ പ്രതികരിച്ചത്? അല്ലല്ലോ. ദൈവം സത്യം തന്നെയാണ് ആദത്തോടും അവയോടും പറഞ്ഞത്. എന്നിട്ട് അത് ചെയ്തു, ആദത്തിൻ്റെ അവയോടൊക്കെ സാത്താൻ പോയിട്ട് എന്ത് പറഞ്ഞു? ദൈവം പറയുന്ന നുണയാണ്, ഇത് നിന്നാൽ മരിക്കത്തൊന്നും, ഇത് നിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആവുമെന്ന് പറഞ്ഞു. എന്നിട്ട് എങ്ങനെയുണ്ട് കഴിച്ചു കഴിഞ്ഞപ്പം? ഇതാണ് പ്രിയമുള്ള ഒരു സാത്താൻ്റെ പരിപാടികളെല്ലാം. എപ്പോഴും നന്മയുടെ രൂപത്തിൽ വരും. ദൈവത്തെ പോലെ ആകുന്ന നല്ലതല്ലേ? നല്ലതാണ്. പക്ഷേ ദൈവം അരുത് എന്ന് പറയുന്നത് ചെയ്തുകൊണ്ടല്ല ദൈവത്തെ പോലെ ആകുന്നത്. അസീസിലെ വിശ ഫ്രാൻസിസിനെ തിരുസഭ വിളിക്കുന്നതും രണ്ടാം ക്രിസ്തു എന്നാണ്. കൊച്ചു ത്രേസ്യയെ തിരുസഭ വിളിക്കുന്നത് ഫീമെയിൽ ക്രൈസ്റ്റ്, പെണ്ണീശോ എന്നാണ്. അതെ, ദൈവത്തിൻ്റെ മക്കൾ പറഞ്ഞ് ദൈവമാകണം. പക്ഷേ ദൈവം അരുത് എന്ന് പറയുന്നത് അതിനോട് മറുതലിച്ചുകൊണ്ട്, അത് ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്തുകൊണ്ടല്ല, അനുസരണക്കേടിലൂടെയല്ല. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. CCCയിലും പറയുന്നുണ്ട്, ദി കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ചിൽ 460 അതിനകത്ത് വ്യക്തമായി പറയുക, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യൻ ദൈവമാകാൻ വേണ്ടിയിട്ടാണ്. സങ്കീർത്തനം 82:4 അത് തന്നെയാണ് പറയുന്നത്. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകിയിരിക്കുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ദൈവങ്ങളാണ്, നിങ്ങൾ അത്യുന്നതൻ്റെ മക്കളാണ്. സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് യാതൊരു മാറ്റവും ഇല്ല. കണ്ടു, യോഹന്നാൻ 15-ാം അധ്യായത്തിലും പറയുന്നുണ്ട്, 10 മുതൽ തിരുവചനം വായിക്കും, 10:35 എഴുതി വെച്ചിട്ടുണ്ട്, ദൈവത്തിൻ്റെ വചനം ആരുടെ അടുക്കിലേക്ക് കടന്നു വന്നു അവരെയും ദൈവങ്ങളെന്ന് വിളിച്ചു. യോഹന്നാൻ 10:35. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, ഇതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ ദൈവം പറയുന്നത് പോലെയാണ് നമ്മൾ മുന്നേറേണ്ടത്. ദൈവം പറഞ്ഞിരിക്കുന്ന കൂദാശകൾ സ്വീകരിച്ച് തിരുസഭയിൽ അംഗമായി തീർന്നുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തെ അമ്മയായി സ്വീകരിച്ച് ദൈവം പറയുന്ന റൂട്ടുണ്ട്, അതിലൂടെ പോവുക. ഇപ്പം നമുക്കറിയാം, വാഹനങ്ങൾ ഇപ്പം നമുക്ക് കരയിലൂടെ ഓടിക്കുന്ന അനേകം വെഹിക്കിൾസും ഉണ്ട്. നമുക്ക് ട്രെയിനായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ബസ്സായിരിക്കാം, മറ്റു പലതും ഉണ്ട്. ഇതുകൊണ്ട് കടലിലോട്ടിട്ടാലോ? പാസഞ്ചേഴ്സിനെ കൊണ്ട് പോകുന്നതാണ്. ഷിപ്പും അതെ, പാസഞ്ചേഴ്സ്. പക്ഷേ അതിനെ കൊണ്ട് നാഷണൽ ഹൈവേയിലിട്ടാലോ? അപ്പം എന്ന് പറഞ്ഞ ഓരോന്നിനും ഓരോ ട്രാക്ക് ഉണ്ട്. അപ്പോൾ ഒരു ക്രൈസ്തവ ജീവിതം നയിക്കുക എന്ന് പറയുന്നത് ഇസ്ലാം മതക്കാരെ പോലും മറ്റു മതങ്ങളെ പോലെയോ അല്ല, പെന്തക്കോസ്തക്കാരെ പോലും. അവരും ക്രിസ്ത്യാനികളാണ്, പക്ഷേ കത്തോലിക്കരെ പോലെയല്ല. കത്തോലിക്കർക്ക് 73 പുസ്തകങ്ങളുണ്ട്, തിരുസഭയുണ്ട്, കൂദാശകളുണ്ട്, ശുദ്ധീകരണ സ്ഥലമുണ്ട്, സഹനസഭയുണ്ട്, സമരസഭ, പലതുമൊക്കെയുണ്ട്. അപ്പം ഇതൊന്നും ഇല്ലാതെ വിശുദ്ധരുമില്ല, ഒന്നുമില്ല, പുണ്യവന്മാരുടെ ഐക്യം ഒന്നുമില്ല, കൂദാശകളില്ല. ഇതൊക്കെ ഇല്ലാത്തതൊന്നും ദൈവത്തിൻ്റെ പദ്ധതിയല്ല. അപ്പം ദൈവം പറയുന്ന റൂട്ടിലൂടെ കടന്നു പോയാൽ, നമുക്കറിയാം, ഏതേൻ തോട്ടത്തിൽ ഒത്തിരി വൃക്ഷങ്ങളുണ്ട്, അവയുടെ പഴം ഒന്നും തിന്നരുതെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. പക്ഷേ നടുവിലത്തെ ഒരു വൃക്ഷത്തിൻ്റെ ഉണ്ടോ? ദൈവം 10 കൽപ്പനകൾ നൽകിയിട്ടുണ്ട്, അത് ചെയ്യരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പം നമുക്ക് ദൈവം പറഞ്ഞു, പുറപ്പാട് 20:13 പറഞ്ഞു, കൊല്ലരുത്. ഇന്നിപ്പോൾ അബോർഷൻ ഒത്തിരി പേര് ചെയ്തുകൊണ്ടിരിക്കുക. കത്തോലിക്കർ മാത്രമാണ് അബോർഷൻ ചെയ്യുക, ബാക്കിയുള്ളവരില്ലെങ്കിൽ അബോർഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കൊല്ലരുതെന്ന് പറഞ്ഞാൽ കൊല്ലരുത്. കാരണം എന്താ? യോഹന്നാൻ 10:10 ഞാൻ വന്നിരിക്കും ജീവൻ നൽകാൻ സമൃദ്ധമായി. അപ്പം ദൈവം പറയുന്നത് പോലെ ചെയ്യുക, അത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, അത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ജെറമ്യാ 29:11 പറയുന്നുണ്ടല്ലോ, നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിക്ക് കീഴിൽ മറിയവും വിശുദ്ധരും ഒക്കെ വിധേയപ്പെട്ടതുപോലെ, തിരുസഭയിലുള്ള ഓരോരുത്തരും വിധേയപ്പെട്ടിരിക്കുന്നത് പോലെ നമുക്കും
പ്രിയമുള്ളവർ വിധേയപ്പെട്ട് അമ്മയെ സ്വന്തമാക്കി അമ്മയും വിശുദ്ധരുമൊക്കെ ആയിരിക്കുന്ന തിരുസഭയിലൂടെ വളർന്ന് സ്വർഗത്തിലെത്തിയ വിശുദ്ധരെ പോലെ നമുക്കും അവിടെ എത്തിച്ചേരാം, നമുക്ക് എളിമപ്പെടാം, അങ്ങനെ ദൈവാനുഗ്രഹം സ്വന്തമാക്കാം, ദൈവത്തിൻ്റെ മക്കളായി തീരാം. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.